ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പം കേരളത്തിൽ അങ്ങനെ ഒരു അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാണ് ദിനേശയെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ശാന്തിവള ദിനേശിനെ അറിയാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? എന്തും തുറന്നു പറയുന്ന, ആരെക്കുറിച്ച് ആയിക്കോട്ടെ, അതിപ്പോൾ ലാലേട്ടനെ കുറിച്ച് ആയിക്കോട്ടെ, ആരെക്കുറിച്ച് ആയിക്കോട്ടെ, സിനിമാ ഫീൽഡിലുള്ളവരായിക്കോട്ടെ, ഈ സാമൂഹിക വിഷയമായിട്ട് എന്തായിക്കോട്ടെ, തൻ്റെ മനസ്സിൽ തോന്നുന്നതെല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന ഒരു താരം കൂടിയാണ് ഈ പറയുന്ന ശാന്തിവള ദിനേശ് അല്ലേ? ഒരുപാട് പേർക്ക് ഇയാളെ ഇഷ്ടമാണ്, ഇയാളുടെ സംസാര രീതി ഇഷ്ടമാണ്. ആ അഴിക്ക് ചെറുക്കൻ തന്നേക്കാളും മോശം എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഇപ്പോൾ ഭയങ്കര ഹിറ്റൊക്കെയാണ്. അപ്പോൾ ഇന്നലെയല്ല, ഒരു 2 ദിവസം മുമ്പ് ധർമ്മജനെ കുറിച്ചൊരു പുള്ളി ഒരു സ്റ്റോറി ഇട്ടു തൻ്റെ ചാനലായ ലൈറ്റ് ആക്ഷൻ ക്യാമറ, ആ ഒരു യൂട്യൂബ് ചാനൽ ധർമ്മജനെ കുറിച്ച്, ധർമ്മമില്ലാത്ത ധർമ്മജൻ, അങ്ങനെ എന്തുകൊണ്ട് അതിൻ്റെ ഒരു പേര്. ഓക്കെ, അതില് ധർമ്മജനെ കുറിച്ച് പുള്ളി ഒരു വീഡിയോ ഇടുന്നു. ഓക്കെ, അതിനുശേഷം ഈ പുള്ളി ഈ സിനിമാ ഫീൽഡിൽ നിന്ന് പുള്ളിക്ക് അറിയാൻ പറ്റുന്ന കഥകൾ, പുള്ളിയുടെ ഫ്രണ്ട്സ് വഴി പറഞ്ഞു കൊടുത്ത പല കഥകളും അല്ലെങ്കിൽ പല സംഭവങ്ങളും പുള്ളി പച്ചയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരു കഥയും കൂടി പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കഥ പറയുന്നുണ്ട്. കഥയല്ല, നടന്ന സംഭവം പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിയോന്ന് ചോദിച്ചാൽ ഞാൻ ഞെട്ടിയൊന്നുമില്ല. ഞാനിത് മുമ്പേ പ്രവചിച്ചതാണ്. ഇത് ഇങ്ങനെ ചെന്ന് അവസാനിക്കുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ പലപ്പോഴും പല വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ആ ഒരു വ്യക്തിയുടെ പേര് ഇവിടെ ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരുമായിട്ടെങ്കിലും സാമ്യം തോന്നുന്നെങ്കിൽ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. ഇതിൽ വരുന്ന കമന്റിൽ വരുന്ന ആരെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നവരെ കമന്റ് ഇട്ടാലും ആ കമന്റിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കാദ്യം ശാന്തിവള ദിനേശ് എന്താണ് പറഞ്ഞത്, എന്താണ് ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത്. പുള്ളിയുടെ പ്രൂഫ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? പുള്ളിയുടെ വിത്ത് വീഡിയോ ഫോട്ടോ സഹിതം പുള്ളിയുടെ അടുത്ത ആഴ്ച പുള്ളിക്ക് പ്രൂഫ് കിട്ടും എന്നുള്ളതാണ്. എന്തായാലും ഞെട്ടിക്കുന്ന, പലരുടെയും ആരാധനാപാത്രമായ, സോഷ്യൽ മീഡിയ താരമായ, ഗായിക, ഡാൻസർ, പിന്നീട് എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന, എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരത്തെ കുറിച്ചാണ് ഈ പുള്ളി അതിനകത്ത് പറയുന്നത്. പുള്ളി അതിനകത്ത് പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനും ഇതിനകത്ത് പേര് പറയുന്നില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ഇതിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് എന്തെങ്കിലും സാമ്യം തോന്നുന്നെങ്കിൽ അത് തികച്ചും യാഥാർത്ഥികം മാത്രം. ഓക്കെ, ആദ്യം നമുക്ക് ഫുൾ ആ ഒരു സ്റ്റോറി കേട്ടിട്ട് ബാക്കി പറയാം. ഓക്കെ, കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. മുൻപ് കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി, ശിവാശ്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാർ കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണി ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാന നൃത്തം പാടും. ഇപ്പോൾ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവളെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റായതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണും പിള്ള അറഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഇപ്പോൾ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫിൽ എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ തൈക്കളവി ഇപ്പോൾ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കർത്തിനും കാണിക്കുമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എൻ്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിൻ്റെ മറ്റേ ലവളുണ്ടല്ലോ, ലവള്,
അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നത്? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിങ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവൾക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കയറി കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ 1 മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ ഒക്കില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്കെത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്കെത്ര എടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത് വാങ്ങുന്ന കാലത്ത് എന്തൊക്കെ ആയിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേരെ എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ളതല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോവില്ലേ? അപ്പം നിങ്ങളതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഒരലവലാതി പെണ്ണ് വന്ന് ഇവിടെ കാണിക്കുന്ന കൂതർത്തനങ്ങൾ താങ്കളെങ്കിലും ഒന്ന് കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് സ്റ്റില്ലും വീഡിയോ ഒക്കെ അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാണം വിറ്റും കാശുണ്ടാക്കിയാൽ കാശ് നാണം മാറ്റി കൊടുക്കുമെന്ന് പണ്ടുള്ളവർ പറയും. ഇതുപോലുള്ള കൂതറകൾ മലയാളികളെ നാണം കെടുത്താനായി, അല്ലെങ്കിൽ ഗൾഫിൽ എല്ലുമുറിയെ പണിയെടുക്കുന്നവന്മാരുടെ പൈസ കൊള്ളയടിക്കാനായി ഒരുങ്ങി കെട്ടി ഒറ്റയ്ക്ക് പോണ പോക്ക് കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല. കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വാരഫലത്തിൽ പറയാമെന്ന് പറഞ്ഞോട്ടെ. അടുത്ത വാരഫലം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കാത്തിരിക്കണ്ട, ആ സ്റ്റില്ലും വീഡിയോ ഒക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ട് കൂടുതൽ വിശദമായി പറയാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതാണ് പുള്ളി പറഞ്ഞത്. പുള്ളി പറയുന്നത് പ്രൂഫ് ഉണ്ട് കയ്യിൽ, സ്റ്റില്ല് വീഡിയോ ഉൾപ്പെടെ പ്രൂഫുണ്ട്, പുള്ളിക്ക് ഈ അത് കിട്ടും എന്നുള്ളതാണ്. അത് വന്നതിന് അതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദീകരണം തരാമെന്ന് പറയുന്നു. പുള്ളി പറയുന്ന ഒരു അവതാരകയുണ്ട്, മുൻകാലങ്ങളിലെ അവതാരക, ഇപ്പോഴൊന്നും TV സീരിയലൊന്നും ഇല്ലാത്ത ഒരു സാധനം. ഇയാൾ ഗൾഫിൽ പോയിരുന്ന് കാണിച്ചതും അതാരാണെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നിലവിൽ പുള്ളി പറയുന്ന വരികൾ ഇങ്ങനെയാണ്. എന്താണ്? പലരിൽ നിന്നും പലതും വാങ്ങിച്ചിട്ട് ദാനം വാങ്ങിച്ചവരെ വീണ്ടും തെറി വിളിക്കുന്ന ഒരു കക്ഷി എന്നാണ് പുള്ളി പറയുന്നത്. ആരാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവരാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് ആ കക്ഷിക്കാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ബാറിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കുടിയന്മാരുടെ ഫ്രണ്ടിൽ മാദക നൃത്തം ചെയ്യുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതിൻ്റെ പ്രൂഫ് ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത്. ഞാൻ മുമ്പേ ഇത് പറഞ്ഞതാണ്, ഇത് ഇവിടെയൊക്കെ തന്നെ അവസാനിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ വിദേശ പിന്നെ ടൂറുകൾ കൂടുതൽ കിട്ടുന്നത്? അതിപ്പം പണ്ടത്തെ അവതാരമായിക്കോട്ടെ, ഇപ്പം നിലവിൽ ആരൊക്കെയുണ്ട്, ഇവർ പറഞ്ഞ പല പേരുകളും എനിക്ക് ഗസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള പല അവതാരകകളും ഉണ്ട്, ഇതുപോലെ ചെയ്യുന്ന പലരുമുണ്ട്. പുറത്തു പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്ന പലതുമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ അങ്ങ് നിൽക്കട്ടെ. ഇപ്പോൾ ശാന്തിവിള ദിനേശ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നു. ഇത് കേട്ടപ്പോൾ എനിക്ക് പലതുമായി ബന്ധപ്പെട്ടായിട്ട് എനിക്ക് തോന്നി, ഞാൻ പേരും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ആരുമായിട്ടൊക്കെ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. ഇവിടെ വന്ന കമന്റ് ഇടുന്ന ഒരു കമന്റിനും എനിക്ക് ഉത്തരവാദിത്തമില്ലെന്ന് നേരത്തെ പറയുകയാണ്, മനസ്സിലാക്കും. അപ്പോൾ പ്രൂഫുകൾ വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരാധക വൃന്ദങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഈ വരായിക നേരത്തെ നമ്മൾ പ്രവചിച്ചതാണ്. ഇത് എവിടെ ചെന്ന് എനിക്കറിയാം, 101% എനിക്കറിയാം ഇത് ഇവിടേക്ക് തന്നെയൊക്കെ ചെന്ന് അവസാനിക്കത്തുള്ളൂ. ഇതല്ലെങ്കിൽ ഏതെങ്കിലും ഫിലിം വഴിയായിരിക്കാം, അങ്ങനെയൊക്കെ ഞാൻ പ്രവചിച്ചു. എന്തായാലും ഇതായിരുന്നു ഞെട്ടിക്കുന്ന വാർത്ത. എനിക്ക് ഞെട്ടലുണ്ടാക്കിയില്ലെങ്കിലും പലർക്കും ഞെട്ടലുണ്ടാവും. പുള്ളി ഈ ഒരു കാര്യം ആധികാരികമായിട്ട് വന്ന് പറയുന്നെങ്കിൽ ഈ പുള്ളി ചിലതൊക്കെ പെരിപ്പിച്ച് പറയുന്ന ഒരു സ്വഭാവം പുള്ളിക്കുണ്ട്.
ഒരു രസം വരാൻ വേണ്ടി കുറച്ചൊക്കെ പെരിപ്പിച്ച് പറയുന്ന സ്വഭാവമുണ്ട്. പക്ഷേ കുറേയൊക്കെ സത്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഈ പുള്ളി പറഞ്ഞ അത്രയ്ക്കില്ലെങ്കിൽ കൂടി എന്തോ പ്രൂഫ് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇനി പ്രൂഫ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അതായത് എനിക്കിവിടെ ഒരു ഡൗട്ട്, ഒരേ ഒരു ഡൗട്ടേ ഉള്ളൂ, പ്രൂഫ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അയച്ചു കൊടുക്കട്ടെ, എന്തിന് ഒരാഴ്ചത്തെ കാത്തിരിപ്പ് എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഇതിനകത്തുണ്ട്. കാരണം അവർക്ക് ഇനിയും എടുക്കാമല്ലോ, ഇനിയും പിന്നെ ഈ പറയുന്ന ദുബായിൽ പോകുമ്പോഴോ ഇനിയും ഇതുപോലെ ബാറിൽ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ അവർക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഒക്കെ ചെയ്യാം. അടിച്ച് ഈ പറയുന്ന ഫിറ്റായി പിന്നെ എന്ത് കാണിക്കും, നമുക്കൊരു പിടുത്തവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് ആരെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യും, അത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വൈറലാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ്, നാണം വിറ്റും പൈസ ഉണ്ടാക്കുക, പണം ഉണ്ടെങ്കിൽ ആ നാണക്കേട്, ആ മാനക്കേട്, ആ പണം കഴുകി കളയും എന്നുള്ളത് വലിയ വലിയൊരു സത്യമാണ്. എത്ര പണം ഉണ്ടെങ്കിലും കുറച്ച് ചാരിറ്റിയും കൊണ്ട് ഒരു വണ്ടിയിൽ കോടികളുണ്ട്, ആരെ വേണോ പീഡിപ്പിക്കാം, ആരുമായിട്ട് വേണോ, ഇപ്പൊ പറയുന്ന പലരെ കേസുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ആരെ വേണോ പീഡിപ്പിക്കാം, ആരെ വേണോ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാം. ആ പണം ഉണ്ടെങ്കിൽ കുറച്ചുപേർക്ക് എറിഞ്ഞു കൊടുത്താൽ ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾ വന്നവരെ ന്യായീകരിച്ചോളൂ. ഇപ്പൊ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. പണം ഉണ്ടെങ്കിൽ ദിലീപിന്റെ കേസ് തന്നെ എടുക്കാം, പണം ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം എന്ത് തെണ്ടിത്തനോ എന്ത് നെറുകയോടോ കാണിക്കും, ആ പണം ഈ നാരത്തരം കഴുകിക്കളയും എന്നുള്ളത് കൂടുതൽ ഈ പറയുന്ന ആരാധകരെ നേടിത്തരും എന്നുള്ളത് മറ്റൊരു സത്യം. നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്ത് നമുക്ക് എവിടെ കാണാം. ജയ് ഹിന്ദ്.